നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം വാട്സപ്പ് യൂസർ നെയിം എന്ന് പറഞ്ഞ ഫീച്ചർ തിങ്കളാഴ്ചയാണ് വാട്സപ്പ് അവതരിപ്പിച്ചത്. ഇതിനോടകം തന്നെ ഇന്ത്യയിൽ കോടിക്കണക്കിന് ആൾക്കാർ ആ ഒരു വാട്സപ്പ് യൂസർ നെയിം അവരുടെ പേരിലും അവരുടെ സ്ഥാപനത്തിൻ്റെ മറ്റും പേരിലും വാട്സപ്പ് യൂസർ നെയിം സ്വന്തമാക്കിയിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ബുധനാഴ്ചയോടുകൂടി കേന്ദ്രം, അതായത് ഇന്ത്യയിൽ വാട്സപ്പ് യൂസർ നെയിം എന്ന് പറയുന്ന സംഭവം കേന്ദ്രം താൽക്കാലികമായിട്ട് അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള ജനപ്രിയ മെസ്സേജിംഗ് ആപ്പായ വാട്സപ്പ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ആ ഒരു യൂസർ നെയിം ഫീച്ചർ താൽക്കാലികമായി ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നു. വാട്സപ്പ് യൂസർ നെയിം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മളുടെ ഫോൺ നമ്പർ കൈമാറാതെ തന്നെ നമ്മുടെ യൂസർ നെയിം കൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മളോട് ചാറ്റ് ചെയ്യാനും നമ്മൾക്ക് വേറെ ഒരാളോട് ചാറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ അവിടെ കിട്ടത്തില്ലായിരുന്നു. ആ ഒരു സംഭവമാണ് നമ്മളുടെ ഇന്ത്യയിൽ താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. സംഭവം മറ്റുള്ള രാജ്യത്തൊക്കെ കിട്ടും, നമുക്ക് ഇന്ത്യയിൽ മാത്രം വരാൻ കുറച്ച് താമസം എടുക്കും എന്നുള്ളതേ ഉള്ളൂ. കിട്ടും, കാരണം അത് എല്ലാ ഫീച്ചറും എല്ലാവർക്കും കൊടുക്കും. കാരണം ഇന്ത്യയിൽ അത് കുറച്ചുകൂടെ വ്യക്തത വേണമെന്നാണ് ഇന്ത്യയിൽ അവരത് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും വാട്സപ്പ് അതിനുള്ള കുറച്ചും കൂടി എന്തെങ്കിലും ഒരു അഡ്വാൻസ് ഫീച്ചറൊക്കെ അല്ലെങ്കിൽ കുറച്ചുകൂടെ സെക്യൂരിറ്റി ഏർപ്പെടുത്തിയ ശേഷം അത് കേന്ദ്ര സർക്കാർ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു യൂസർ നെയിം ഫീച്ചർ കിട്ടുന്നതാണ്. തൽക്കാലം എന്തായാലും നമുക്ക് ഇപ്പോൾ ഒരു ഫീച്ചർ നമുക്ക് കിട്ടില്ല. ഇനി വാട്സപ്പ് ഉടൻ തന്നെ ആ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യും, പക്ഷേ നമുക്ക് ഇന്ത്യയിൽ അത് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇത് സംബന്ധിച്ച് വാട്സപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. താൽക്കാലികമായിട്ട് ഇന്ത്യയിൽ ഇത് നടപ്പാക്കാൻ സാധിക്കത്തില്ല. മറ്റ് രാജ്യങ്ങളിലൊക്കെ ഈ ഒരു ഫീച്ചർ വന്നാലും ഇനിയിപ്പോൾ ഇന്ത്യയിൽ താൽക്കാലികമായി നിരോധിച്ചത് കൊണ്ട് ഈ ഒരു ഫീച്ചർ നടപ്പാക്കാനാവില്ലെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് നമ്മളുടെ കേന്ദ്ര സർക്കാർ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മളുടെ രാജ്യത്ത് ആൾമാറാട്ടം, സൈബർ കുറ്റവാളികൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യുമോ എന്നൊരു സംശയത്തെ തുടർന്നാണ് ഇവർ ഈ ഒരു സംഭവം വാട്സപ്പ് യൂസർ നെയിം ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്, താൽക്കാലികമായിട്ട് ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. എന്നാൽ വാട്സപ്പ് പറയുന്നതനുസരിച്ച് ലോകമെമ്പാടുമുള്ള ആ ഒരു വാട്സപ്പ് ഉപഭോക്താക്കൾക്ക് ഉടൻ തന്നെ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യുമെന്നാണ് വാട്സപ്പ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വാട്സപ്പും അതുപോലൊപ്പം നമ്മുടെ കേന്ദ്രവുമായിട്ട് ഡിസ്കസ് ചെയ്ത് എന്തെങ്കിലും സുരക്ഷാ മാർഗ്ഗങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട ശേഷം ഇത് വീണ്ടും നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവരും. കാരണം ഒരു ഫീച്ചർ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുവരാതൊന്നും ഇരിക്കത്തില്ല. അതെന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്ത് വീണ്ടും കുറച്ചുകൂടെ സെക്യൂരിറ്റി ഒക്കെ കൊടുത്ത ശേഷം അത് കൊണ്ടുവരും. ഇപ്പോൾ തൽക്കാലം നമുക്കത് കിട്ടില്ല. വാട്സപ്പിൻ്റെ യൂസർ നെയിം ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം നമുക്ക് ഇപ്പം അപരിചിതനായ ഒരാൾക്ക് നമ്മുടെ യൂസർ നെയിം കൊടുത്താൽ അദ്ദേഹം നമ്മളെ അനാവശ്യ ഗ്രൂപ്പിലും മറ്റും ആഡ് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു. പക്ഷേ സൈബർ സുരക്ഷ മുൻനിർത്തി ഇങ്ങനെയാണ് വാട്സപ്പല്ല കേന്ദ്രം പറഞ്ഞിട്ടുള്ളത്. അതായത് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്രം ഇത് ഇടപെട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളതെന്നാണ് കേന്ദ്രം പറയുന്നത്. എന്നാൽ നമുക്ക് ഈ ഒരു ഫീച്ചർ കിട്ടില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. വാട്സപ്പും അതോടൊപ്പം കേന്ദ്ര സർക്കാരും ഇതിനെപ്പറ്റി നല്ലവണ്ണം രണ്ടുപേരും കൂടെ ചർച്ച ചെയ്ത ശേഷം വീണ്ടും നമുക്ക് എന്തെങ്കിലും സുരക്ഷ വീഴ്ച ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, ആൾമാറാട്ടം നടത്താൻ അല്ലെങ്കിൽ സൈബർ കുറ്റവാളികൾ അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയിൽ എന്തെങ്കിലും പിടിപ്പോ മറ്റോ വരാൻ സാധ്യതയുണ്ടോ, അങ്ങനെ ഒരുപാട് പറഞ്ഞത് വളരെ ശരിയാണ്. അപ്പം അതനുസരിച്ചുള്ള ഒരു പഠനം നടത്തിയ ശേഷം മാത്രം ഇന്ത്യയിൽ ഇത് അംഗീകരിക്കുന്നതാണെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഉടൻ തന്നെ ആ ഫീച്ചർ കിട്ടുന്നതായിരിക്കും. കിട്ടത്തില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഫീച്ചർ എന്തായാലും നല്ലതായിരുന്നു. അപ്പം നിലവിൽ വാട്സപ്പ് യൂസർ നെയിം എടുത്തവർക്ക് എന്തായാലും ആ ഒരു ഫീച്ചർ കിട്ടുന്നതായിരിക്കും. കാരണം ആ ഒരു വാട്സപ്പിൻ്റെ ഫീച്ചർ കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മൾ ആ സ്വന്തമാക്കിയ ആ ഒരു യൂസർ നെയിം നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് വാട്സപ്പിൻ്റെ ഈ ഒരു യൂസർ നെയിം ഫീച്ചർ. എന്തെങ്കിലും തട്ടിപ്പിന് ഇരയാകാൻ സാധ്യതയുണ്ടോ എന്ന് കേന്ദ്രം പരിശോധിക്കുന്നത് നല്ലത് തന്നെയാണ്. കാരണം നമ്മൾക്ക് പലപ്പോഴും അറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്. വാട്സപ്പിനെ പറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തട്ടിപ്പിനെ പറ്റി അറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ഈ ഒരു തട്ടിപ്പിന് ഇരയാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ കേന്ദ്രം ഇതിനെപ്പറ്റി പഠിക്കുന്നതും ഇതിന് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയ ശേഷം ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.